മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞാണെങ്കിൽ ഉച്ച മുതൽ ആ പാല് കുടിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നേയില്ല. ഈ സമയം ലേഖയാണെങ്കിൽ പറയുന്നുണ്ട്, മഹി കുഞ്ഞ് ഇതുവരെയും എഴുന്നേറ്റിട്ടില്ല, എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു, നമുക്ക് മോളെ ഒന്ന് എഴുന്നേൽപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മഹിക്ക് കുഞ്ഞങ്ങനെ ഉറങ്ങുന്നതിൽ എന്തൊക്കെയോ ഒരു വിഷമം തോന്നുകയാണ്. അവളും പറയുന്നുണ്ട്, ശരി നമുക്ക് കുഞ്ഞിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നോക്കാമെന്ന്. പെട്ടെന്നാണ് അവർ രണ്ടുപേരും ചേർന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും കുഞ്ഞിന്റെ വായിലൂടെ നുരയും പതയും ഒക്കെ തന്നെ വരുന്നത്. മഹിയാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നു. രേഖ അതിലേക്കാളേറെ വേഗം തന്നെ കണ്ണനെ വിളിച്ച് വിവരം അറിയിക്കുക. കണ്ണനാണെങ്കിൽ തന്റെ പ്രാണനെ കൊണ്ട് കുഞ്ഞിനെ കാണാനായിട്ട് ഓടുകയാണ്. ഈ സമയം ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്ത് പറ്റി, എന്തിനെങ്ങനെ ഓടുന്നേ? അമ്മേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. അയ്യോ, എന്താ എന്താ സംഭവിച്ചെന്നിങ്ങനെ ദുർഗ ചോദിക്കുമ്പോൾ, അമ്മേ, കുഞ്ഞിന്റെ വായിലൂടെ നുരയും പതയൊക്കെ പാല് കുടിച്ചതിന് ശേഷമാണ് മഹി ലേഖ്യം വിളിച്ചപ്പോൾ പറഞ്ഞത്. ദുർഗയാണെങ്കിൽ ഇത് കേട്ട ഉടനെ ആകെ ഷോക്കാവുന്നു. ഈ സമയം അപകടം പാർത്തിരിക്കുന്ന കരുണയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നു. വേഗം തന്നെ കരുണ ഈ വിവരം അറിഞ്ഞയുടൻ പ്രതാപനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ വായിലൂടെ നുരയും പതയും വരുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലാണ്, ജീവൻ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല അച്ഛ എന്നൊക്കെ പറയുമ്പോൾ, മതി മോളെ, ഇത് കേട്ടാൽ മതി, അച്ഛൻ്റെ മോൾക്ക് സന്തോഷമായില്ലേ? സന്തോഷമായെന്നോ, ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ഫോൺ വെക്കുകയാണ്. ഈ സമയം ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ നീ എന്താ എന്നെ വിളിച്ച് കിഴങ്ങന്നല്ലേ, ഇതേ നോക്ക് കുഞ്ഞേ തട്ടിപ്പോയെന്ന് കേട്ടത്. ഓ പിന്നെ അത് നിങ്ങൾ പറയുന്നതല്ലേ, അതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നോക്കിക്കോ അത് രക്ഷപ്പെട്ട് വരുമെന്നൊക്കെ പറയുമ്പോൾ, ഓ നീ ഒരു കിഴങ്ങൻ തന്നെ, നിന്റെ വായ നല്ലതിനൊന്നും തുറക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനും ഉണ്ണിയും വീണ്ടും വഴക്കിലാവുന്നു. ശേഷം മഹിയും ലേഖയും ഒക്കെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് കണ്ണൻ ഓടിയെത്തുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം ഉണർന്നിട്ടില്ല, ജാനമ്മയാണ് അവസാനമായിട്ട് പാല് കൊടുത്തത്, ഞാൻ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇവരാരും അത്ര കാര്യമാക്കിയില്ല, പെട്ടെന്നാണ് കുഞ്ഞ് രാത്രിയിൽ ഛർദ്ദിക്കാൻ തുടങ്ങിയതെന്നൊക്കെ ലേഖ പറയുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ICUലാണെന്നും നീലമോൾ ഓക്കെ ആണെന്നൊക്കെ ലേഖ പറയുന്നുണ്ട്. ശേഷം ഡോക്ടറാണെങ്കിൽ ഇവരെല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ അനന്തുവിൻ്റെയും കണ്ണൻ്റെയും അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അകത്തേക്ക് വയറ്റിനകത്തേക്ക് എന്തോ വിഷാംശം ചെന്നിട്ടുണ്ട്, അതിനിപ്പോൾ പാലിലൂടെയാണോ എന്നറിയില്ല, ഫോർമുല മിൽക്ക് ആണല്ലോ കൊടുക്കുന്നത്, അപ്പം പിന്നെ എന്തെങ്കിലും അതിൽ കലർത്തിയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് കണ്ണനും എല്ലാവരും ഒരേപോലെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ലേഖയ്ക്കാണെങ്കിൽ ജാനമ്മ കടന്ന് പരിങ്ങിയതും ഒക്കെ തന്നെ ഓർമ്മ വരികയാണ്. മാത്രമല്ല അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ സങ്കടഭാവങ്ങളെക്കുറിച്ചൊക്കെ തന്നെ രണ്ടാളും ഓർക്കുന്നുണ്ട്. ധ്യാനത്തിലിരിക്കുന്ന അമ്മയാണെങ്കിൽ മാർക്കോയെ വിളിച്ച് വരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ട് മോനെ, എത്രയും പെട്ടെന്ന് നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്താ അമ്മേ, എന്ത് പറ്റി? ആർക്കോ ആപത്ത് വന്നിട്ടുണ്ട്, നീ അവിടെ ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോയെ വിട്ടയക്കുന്നു. എന്തായാലും മാർക്കോയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.